പാക്കിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൂപ്പന്റെ പാക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പോവാം. നമ്മൾ ഇംലിയുടെ ഗ്രാമത്തിൽ കറങ്ങാൻ പോവാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അപ്പൂപ്പ, ഇതാണ് ഞങ്ങളുടെ ഗ്രാമം രാജ്പൂർ. വളരെ മനോഹരമായ ഗ്രാമമാണല്ലോ. വാവ്, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഹായ് മുത്തു, എന്തൊക്കെയുണ്ട്? ഐ മിസ്ഡ് യു. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോഗി മുത്തുവാണ്. അവന് ഞങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. മുത്തു, മതിയടാ, വേഗം അകത്തേക്ക് പോ, അകത്തോട്ട് ചെല്ലടാ. ഓ, എന്ത് മനോഹരമായ ഗ്രാമം. ഇവിടെ ഓടാനും ചാടാനും ഒക്കെ എന്തുമാത്രം സ്ഥലമാ. അയ്യോ, രക്ഷിക്കണേ! ആരെങ്കിലും ഇതിനെ ഒന്ന് പിടിച്ചു മാറ്റ്. ഈ ഡോഗിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്, അതിഥികളെ ഇങ്ങനെ മുത്തു ആരെയും കളിക്കാറില്ല. അവൻ നമ്മുടെ ചുൾബുള്ളിന്റെ കൂടെ കളിക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണത്തിന് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. വളരെ ഫ്രഷും സ്വാദിഷ്ടവുമായ കറികൾ. ഈ ഗ്രാമത്തിലെ ക്യാരറ്റിന് നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങളുടെ തന്നെ പാടത്തുണ്ടായതാണ്. മുതലാളി, ലല്ലൻ കൊള്ളക്കാരൻ വന്നിട്ടുണ്ട്. ഓ നോ, ഇവൻ എന്തിനാണ് ഇപ്പോൾ വന്നത്? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ആര് വന്ന കാര്യമാണ്? അത് ലല്ലൻ കൊള്ളക്കാരനാണ്. ഇയാള് കാരണം ഗ്രാമത്തിലുള്ളവരെല്ലാരും കഷ്ടത്തിലാണ്. എല്ലാ മാസവും വന്ന് അന്യായമായി കാശ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും. നിങ്ങൾ എന്തിനാ അവർക്ക് കൊടുക്കുന്നത്? പണം കൊടുത്തില്ലെങ്കിൽ അയാൾ ആളുകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും, മൃഗങ്ങളെയും പിടിച്ചുകൊണ്ടു പോകും. വളരെ ഭയങ്കരന്മാരായ കൊള്ളക്കാരാണവർ. പോലീസിന് പോലും അവരെ ഒന്നും ചെയ്യാനാകില്ല. വരൂ, നമുക്ക് പുറത്തുപോയി നോക്കാം. കുട്ടികളെ, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞങ്ങളൊന്ന് പുറത്തുപോയി നോക്കട്ടെ. ലെല്ലൻ ചേട്ടാ, ഇത് തെറ്റായ കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവരെ ദ്രോഹിക്കുന്നത് ഒട്ടും ശരിയല്ല. എല്ലാവരും ജോലി ചെയ്താണ് കാശ് സമ്പാദിക്കേണ്ടത്. ഇതാരാ ഈ ഗ്രാമത്തിൽ പുതിയൊരു മുഖം വന്നിരിക്കുന്നത്? വീർ, ദേ നോക്ക്, ബലൂൺ. അങ്കിളെ, ബലൂൺ തരൂ. ആ ഗ്രീൻ കളർ. എനിക്ക് റെഡ് ബലൂൺ വേണം. വേഗം ഇവിടുന്ന് പോകണടാ പിള്ളേരെ. ഈ ബലൂണേ അങ്ങനെ വിൽക്കാനുള്ളതൊന്നും അല്ല. ഓടിക്കോ ഇവിടുന്ന്. അയാള് ബലൂണ് വെക്കുന്നില്ലല്ലോ, പിന്നെന്തിനാ വന്നേ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ബലൂൺസ് എല്ലാം നെറ്റില് കെട്ടി വെച്ചിരിക്കാ. അത് ശരിയാണല്ലോ. ദേ അങ്ങോട്ട് നോക്ക്, അതിന്റെ മുകളിൽ എന്തോ ഉണ്ട്. കണ്ടിട്ട് ബോംബാണെന്ന് തോന്നുന്നു. ബോംബോ? ഈ മനുഷ്യനെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. ആരാണെന്ന് കണ്ടുപിടിക്കണം. ഐസ് ക്യാമറ ഓൺ, ടേക്ക് ഫോട്ടോഗ്രാഫ്. ഐസ് ക്യാമറ ഓൺ, ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ്. വെർച്വൽ സ്ക്രീൻ ഓൺ, മാച്ച് ഫോട്ടോസ്. ഫോട്ടോസ് മാച്ച് ടിംബക്ടു. ഓ, ആ ടിംബക്ടു എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. ആദ്യം അയാളുടെ മുഖംമൂടി അഴിക്കാം. ഇവിടുന്ന് മുങ്ങിക്കോ മോനെ ടിംബക്ടു. നിന്റെ തനി രൂപം പുറത്തു വന്നടാ. ഓ, താടി മീശ എല്ലാം പറന്നു പോയല്ലോ. വേഗം മുങ്ങിക്കോ. നല്ല രസം. ഇംലി, ചുൾബുൾ, വേഗം എന്റെ കൂടെ വരൂ. കം ഫാസ്റ്റ്. നമ്മൾ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. ഓക്കേ, അല്ലെങ്കിൽ ഇവിടെല്ലാം പൊട്ടിത്തെറി സംഭവിക്കും. അല്ല, ഈ ബലൂൺ ആരാ ഇവിടെ വിട്ടിട്ട് പോയത്? ഇതൊക്കെ ആരുടെ ബലൂണാ? ആരുടെ ആണെങ്കിലും വേഗം വന്ന് എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ ഞാനിത് എടുത്തോണ്ട് വീട്ടിൽ പോവും. സഹോദരി സഹോദരന്മാരെ, എല്ലാവരും കേട്ടോളൂ. ഞാനിപ്പോ 3 വരെ എണ്ണാൻ പോവുക. അത് കഴിഞ്ഞ് ഞാൻ ഈ ബലൂൺ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. 1, 2, 3.
ഇനി ഈ ബലൂണുകളെല്ലാം എന്റേതാണ്. അയ്യോ, ഞാനെന്താ പറന്നു പോകുന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ ചട്ടാങ്കളുടെ ഇപ്പൊ തന്നെ ബലൂൺ ഡ്രൈവിങ്ങിന് പോണമായിരുന്നു. ഇംലി ഞാൻ ഇപ്പൊ വരാം. താൻ ഇപ്പൊ തന്നെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കോണം. പാമ്പുമായിട്ട് വന്ന് എല്ലാവരും പേടിപ്പിക്കുന്നു. ഇതിൽ പാമ്പൊന്നുമില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഇങ്ങ് തരൂ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇതിൽ പാമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ. കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അതിൽ പാമ്പൊന്നും ഇല്ലെന്ന്. എന്നാലും ആ പാമ്പ് എവിടെ പോയി? അത് ഈ ബസ്സിലുണ്ട്. ജിൻടു ജിൻടു വേഗം എണീക്ക്. വേഗം പോയി പാമ്പിനെ പിടിക്ക്. ബസ്സിലൊരു പാമ്പുണ്ട്. ഓക്കേ ബോസ്. ജിൻടു നീ പുറത്തെന്തിനാ അത് ഊതുന്നേ? പാമ്പിനെ ബസ്സിൽ നിന്ന് പുറത്തിറക്കണ്ടേ ബോസ്? ഈ മകുടിയുടെ ശബ്ദം കേട്ടത് പുറത്തേക്ക് വന്നോളൂ എന്നേ. ഇതെന്താ മകുടി ഊതിയപ്പോ ഇവിടെ ഉള്ള പാമ്പല്ല ഇങ്ങ് എത്തിയത് തോന്നുന്നല്ലോ. നമുക്കിവിടെ നിൽക്കണ്ട. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇതിനെ എടുത്ത് മാറ്റൂ. പാമ്പിനിങ്ങനെ കൂടയ്ക്കകത്ത് അടച്ചു വെക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. നിങ്ങളതിനെ വെറുതെ വിട്. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും കൂടയ്ക്കകത്ത് വെച്ച എന്താ തോന്നുക? ഈ പാമ്പാട്ടിയുടെ മുഖം ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വീറിന്റെ ആ കൂട്ടുകാരൻ എവിടെ പോയി? ജിൻഡു എവിടെ ഇരിപ്പുണ്ടല്ലോ. നീ എന്റെ കൂടെ ജോലി ചെയ്യുന്നോ? നമുക്ക് ദിവസവും കുറെ പാമ്പുകളെ പിടിക്കാവുന്നേ. അങ്ങനെ കോടീശ്വരന്മാരാവാം. പാമ്പിനെ മാത്രമല്ല, ഒരു മൃഗത്തെ പിടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതെ, എല്ലാവരും വരൂ വരൂ, ഒന്ന് ബസ്സിൽ കയറൂ. ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഓഹോ, വരൂ വരൂ. നിങ്ങളൊക്കെ എങ്ങോട്ടായി പോകുന്നത്? നിങ്ങൾ കാട്ടിലേക്ക് പോ, അവരവരുടെ വീട്ടിലേക്ക്. ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ ചെമ്പട ഏറി കൊട്ടിക്കേറും താളം. ഇന്നക്കരയുള്ളവർ ഇക്കരെ എത്തും തക്കിട തകതി മേളം. വെൽമുരുകാരോഹര വേലായുധാരോഹര വെൽമുരുകാരോഹര. അപ്പൂപ്പ, ഇതെന്താ ഈ ബോട്ടിലിനകത്ത്? മോനെ, ഇതിലൊരു ടോണിക്കാണ് ഉള്ളത്. ഈ ടോണിക് ഒരു പ്രത്യേക തരം ടോണിക്കാണ്. ഇത് നമ്മുടെ നാടിനെ കാക്കുന്ന സൈനികർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ടോണിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും പവർ അവരുടെ ശരിക്കുള്ള പവറിനേക്കാൾ 100 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. അങ്ങനെ അവർ വളരെ ശക്തിശാലികളായി മാറും. ഇത് കൊള്ളാലോ. ഇതൊരു അടിപൊളി ടോണിക്കാണല്ലോ. അപ്പൂപ്പ, ഞാൻ ഈ ടോണിക് ഒന്ന് കുടിച്ചു നോക്കിക്കോട്ടെ. എന്റെ ചുൾബുള്ളേ, നീ ഓൾറെഡി നല്ല ആരോഗ്യവാനും ശക്തിമാനുമല്ലേ? നിനക്കപ്പോൾ ഈ ടോണിക്കിന്റെ ആവശ്യമില്ലല്ലോ. നിന്റെ നാച്ചുറൽ പവർ തന്നെ ധാരാളമാണ്. ഓക്കേ ഓക്കേ അപ്പൂപ്പ. ഇനി ഞാനെങ്ങാനും ആ ടോണിക്ക് കുടിച്ച 100 മടങ്ങ് ശക്തിയുള്ളവനായി മാറും. 100 മടങ്ങ്. സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ശരിക്കും അപ്പൊ എന്ത് നല്ലതായിരിക്കും. ആ ടോണിക്ക് ഞാൻ കുടിക്കുവാണെങ്കിൽ ശരിക്കും ഞാൻ കാട്ടിലെ രാജാവായി മാറും.
ചുൾബുൾ, നീ എന്തിനാ ടോണിക്ക് കുടിച്ചത്? പറ, എന്തിനാ? കൊള്ളാം. ഉത്തരം പറയ്. എന്റെ പൊന്നു മോനെ, ഞാൻ നിനക്ക് മറുപടി തരേണ്ട ഒരാവശ്യവുമില്ല. ഇന്നു മുതൽ ഞാനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറ്റുള്ളവർ അതിന് ഉത്തരം നൽകണം. കാരണം ഞാനാണ് ചുൾബുൾ ദ കാട്ട് രാജാവ്. അപ്പൂപ്പ, അപ്പൂപ്പ. എന്നെ ഇത്ര നാളെ ചൊറിഞ്ഞവന്മാർക്കെല്ലാം നല്ല പണി കൊടുക്കണം. കാട്ടിലെ രാജാവ് വരുമ്പോൾ പ്രജകളെല്ലാം രാജാവിനെ സല്യൂട്ട് ചെയ്യണം. അപ്പൊ നീ ഇവിടെ നിന്ന് പച്ചക്കറി വിൽക്കുന്നോ? എടാ മൂടാ, മടയാ, മൊട്ടത്തലയം കുള്ള, വേഗം പോ ഇവിടുന്ന്. എടാ, നീ എന്തായി ചെയ്യുന്നത്? എടാ ചുൽബുൾ, നീ എന്തായി ചെയ്തെന്ന്? നീ തിരിച്ചു വാ, നിന്നെ കാണിച്ചു തരാം. നിന്റെ ആ ചുൽബുൾ എന്റെ പച്ചക്കറി ഒക്കെ എടുത്ത് താഴെയിട്ടു. എനിക്ക് നഷ്ടമായ കാശൊക്കെ നീ തന്നെ എനിക്ക് തരണം. ഇടയിടെ വേഗം കാശെടുക്ക്. അത് അങ്കിൾ, ഞാൻ അപ്പൂപ്പന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചേരാം. ചുൾബുളിന് തീരെ സുഖമില്ല. ഞാൻ അവനെ പോയി പിടിച്ചോണ്ട് വരാം.